അവൻ വൃത്തികെട്ട ഒരു ആംഗ്യമാണ് കാണിച്ചത്. ഒരു തവണയല്ല, ആദ്യം കാണിച്ചുകൊണ്ടാണല്ലോ ഞാൻ പുറത്ത് വന്ന ദൃശ്യങ്ങൾ പ്രകാരം നിങ്ങളുടെ കൂടെയുള്ള ഒരാൾ കൊണ്ടുപോയി പൈസ കൊടുക്കുന്നു. അതൊക്കെ മാധ്യമങ്ങൾ കാണിച്ചാണ് എന്താണ് കാണിച്ച മന്ദശ്രീ ആരാണ്? കോൺഗ്രസിന്റെ വിനേഷ് സർഗ വിട്ട ആളാണോ? ആരാണ് വിട്ടത്? എന്താ മാധ്യമ ബിജെപിയുടെ കാറിന്റെ തൊട്ട് പിറകിലാണ് വിനേഷ് സർഗയുടെ കാർ യാത്ര ചെയ്യുന്നത്. ഈ സ്ത്രീ ആരാണ്? ഇല്ലല്ലോ, ഞാനും പ്രബല ആ സ്ത്രീ എന്തുകൊണ്ട് കാറിലാണെന്ന് ഭാഗം നിങ്ങൾ കാണിക്കാത്തത്? എന്റെ കാറിലാണോ അവര് വന്നത്? ഇല്ല. അതെന്തുകൊണ്ടാണ്? അപ്പൊ നിങ്ങൾ തെറ്റിദ്ധാരണ പരത്തുന്ന രീതിയിൽ കോൺഗ്രസ് ബിജെപിയുടെ കൂടെയാണ് അവർ. എന്റെ കാറിൽ ആ സ്ത്രീ കയറുന്ന വിഷയം നിങ്ങളുണ്ടോ? നിങ്ങളുടെ കൂടെ ഇതിലൊരു വെള്ള ചുരിദാറിട്ട ഒരു സ്ത്രീ നിങ്ങൾ എന്റെ കാറിനകത്ത് ഇന്നത്തെ ദിവസം ഈ പ്രബല ചേച്ചിയും ഞാനും അല്ലാതെ എന്റെ കാറിൽ ഒരാളുമില്ലല്ലോ. ആ സ്ത്രീ ഉണ്ടെങ്കിൽ എന്തുകൊണ്ടാ വിഷം പുറത്തുവിടും? പിന്നെ എന്തുകൊണ്ട് അവർ കയറുന്നത് കിട്ടിയില്ല? എന്റെ കാറിൽ ഞാൻ കാണാത്ത ഒരു സ്ത്രീ, എന്റെ കൂടെ യാത്ര ചെയ്യാത്ത ഒരു സ്ത്രീ, ഇത്രയും വിശദമായി ഒരു മാനിപ്പുലേഷൻ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളാണ് തെളിയിക്കേണ്ടത്. മാധ്യമങ്ങൾ നോക്കൂ, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന എന്നെ സംബന്ധിച്ച് എന്റെ കാറിൽ ഇല്ലാത്ത ഒരു സ്ത്രീയുടെ ദൃശ്യം ആ സ്ത്രീ എന്റെ കാറിൽ ഇരിക്കുന്നു. നോക്കൂ, ഞാൻ പറയട്ടെ, എന്റെ കാറിൽ ഇരിക്കുന്നതിന്റെ മുഖം മാത്രമില്ല, അമ്മയുടെ അടിയിലേക്ക് നടന്നു പോകുന്ന മുഖമുണ്ട്. അത് കാണുന്നില്ല നിങ്ങൾ. അതിന് കേരളത്തിലെ ഞാൻ പറയട്ടെ, പോലീസ് മീഡിയ വണ്ണിന്റെ റിപ്പോർട്ടറെ ചോദ്യം ചെയ്യണം. റിപ്പോർട്ടറെ ചോദ്യം ചെയ്യണമെന്ന് ഞാൻ എങ്ങനെ മീഡിയ വണ്ണിന് മാത്രം എങ്ങനെ ഈ ദൃശ്യം തത്സമയം കിട്ടി? ആ സ്ത്രീ യാത്ര വെള്ള ചുരിദാറിട്ട ഒരാളും എന്റെ കാറിലില്ല. ഒരു ചോദ്യം ചോദിച്ചാൽ അതിന് മറുപടി കേൾക്കാനുള്ള സമയം. ഒന്നാമത്തെ കാര്യം, ഇന്ന് നിങ്ങൾ എന്ത് മറ്റുള്ള സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി എന്ത് ഒരു മാധ്യമം, ഞാൻ ഒരു മാധ്യമം എന്ന് അടിവരയിട്ട് പറയുകയാണ്, ഒരു മാധ്യമം എന്ത് ഡെഡിക്കേഷൻ ചെയ്താൽ ഇത് തെളിയിച്ചിട്ടേ ഞാൻ ഇത് ഈ മാധ്യമ പ്രവർത്തകന്റെ പങ്ക് പോലീസ് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ മാധ്യമ പ്രവർത്തകന്റെ റിപ്പോർട്ടർക്കെതിരെ ഞാൻ പോലീസിൽ പരാതി നൽകും. ഒന്ന്, ഈ തിരക്കഥയുടെ പിന്നിൽ മീഡിയ വണ്ടി റിപ്പോർട്ടറുമായി ബന്ധമുണ്ട് എന്ന് ഇല്ലാത്ത ഒരു ദൃശ്യത്തിന്
അതിന്റെ പേര് ഒരു നിമിഷം, അതായത് അവിടേക്ക് വീഡിയോ വേണമല്ല, ഞങ്ങൾക്ക് എല്ലാവർക്കും ലഭിച്ചിട്ടുണ്ട്. ആ ദൃശ്യങ്ങളിൽ ആ സ്ത്രീയുടെ മുഖമേടെ ആ ഇന്നോവയുടെ ആ സ്ത്രീ കാറിൽ കയറുന്നുണ്ട്. അത് കാണിക്കും. ഈ ശോഭാ സുരേന്ദ്രന്റെ സ്റ്റിക്കർ കൊടുത്തിട്ടുള്ള ഈ കാറിൽ ഇരിക്കുന്ന സ്ത്രീയാണ്. അല്ല, ആ സ്ത്രീയുടെ മുഖം ഒന്ന് കാണിക്കും. ഈ കാണുന്ന നിന്റെയൊക്കെ സുഹൃത്തെ, ഇതിൽ ഒരു നിഴലാണ്, ഒരു നിഴൽ പോലെ എന്റെ കാറിന്റെ തുടക്കം മുതലേ അമ്മയുടെ അതായത് ഒരു മാസത്തെ മരുന്നിന് ആവശ്യമായ അമ്മ പറയുന്നുണ്ട്. ആര് നൽകി? അല്ല, അപ്പൊ കോൺഗ്രസ്സുകാരൻ എന്റെ കാറിന്റെ തൊട്ടുപിറകിൽ യാത്ര ചെയ്തുകൊണ്ടിരുന്ന വിനേഷ് സർഗ എന്ന് പറയുന്നവന്റെ കൂടെ വന്ന സ്ത്രീയാണോ അല്ലയോ നിങ്ങൾ നിങ്ങൾ തന്നെ ഷൂട്ട് ചെയ്ത്, ശോഭ ചേച്ചി തന്നെ ഷൂട്ട് ചെയ്തിട്ടുള്ള ദൃശ്യങ്ങളിൽ ഈ വിനേഷിന്റെ കാറിന് മുൻവശത്ത് ഇരിക്കുന്ന സ്ത്രീയുടെ ദൃശ്യമുണ്ട്. അതാണ് ഭാര്യയാണ്, അവളെ ചോദ്യം ചെയ്യണം. ആ സ്ത്രീ വീടിന്റെ അകത്തേക്ക് പോയിട്ടുള്ളത് ആ സ്ത്രീയല്ല. ഇതിനകത്ത് തുടക്കം മുതൽ ഞങ്ങൾ ചേച്ചി പറഞ്ഞൊരു കാര്യമുണ്ട്. ഇതിനകത്ത് ഭാരതീയ ജനതാ പാർട്ടിയോ പാർട്ടിയെ പ്രതിനിധിക്കുന്ന ഒരാളോ അവിടുത്തെ ആ അമ്മയ്ക്ക് പൈസ കൊടുക്കുന്നതിന്റെ ഏതെങ്കിലും ഒരു വിഷ്വൽ നിങ്ങളൊന്ന് കാണിക്കണം. ഒരു മിനിറ്റ് ചോദ്യം ഞാൻ വളരെ കൃത്യമായിട്ട് ചോദിക്കുന്നത്. നിങ്ങൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയെ പ്രതിനിധീകരിച്ചുകൊണ്ട് ആരെങ്കിലും ആ അമ്മയ്ക്ക് പൈസ കൊടുക്കൂ എന്ന് പറയുന്ന ദൃശ്യം നിങ്ങൾ ദയവ് ചെയ്തൊന്ന് കാണിക്കണം. ഒരു മിനിറ്റ് ആ പൈസ കൊടുക്കുന്ന ദൃശ്യം കല്ലേക്കാട് മേഖലയിൽ സാരി വിതരണം ചെയ്തതിന്റെ ദൃശ്യമാണ് ഇവിടെ ഈ സാരി. ഒരു മിനിറ്റ് കാണിക്കും, നിങ്ങൾ ഈ ദൃശ്യം കാണിക്കും. ഒരു സാരി പിടിച്ചൊരു ഫോട്ടോ എടുത്താൽ ഇത് സാരി വിതരണം ചെയ്യുന്നതാണ്. നിങ്ങൾ ആദ്യത്തെ ചോദ്യം ഞാൻ ഇവിടെ ചോദിക്കുകയാണ്, പൈസ ബിജെപിയുടെ പ്രതിനിധിയോ അവർക്ക് പൈസ കൊടുത്തു എന്നുള്ള ദൃശ്യം നിങ്ങൾ ഈ നിമിഷം കാണിക്കാൻ തയ്യാറാണോ? പൈസ കൊടുത്ത ശരി, രണ്ട് കാര്യം നിങ്ങൾ ചോദിക്കണം. ഒരു മിനിറ്റ്, ഇതിനകത്ത് രണ്ട് കാര്യം ചേച്ചി സമ്മതിച്ചില്ല. രണ്ട് കാര്യം. ഒരു മിനിറ്റ്, വിനേഷ് സർഗ എന്ന് പറയുന്ന 20 ക്രിമിനൽ കേസുകളുള്ള വിനേഷ് സർഗയോടൊപ്പം ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ആ സ്ത്രീയെ ചോദ്യം ചെയ്യണം. വിനേഷ് സർഗയെ ചോദ്യം ചെയ്യണം. എന്റെ ഇതിൽ തന്നെ ഞാൻ പറയുന്നത്, നിങ്ങൾ എന്താണ് മൗനമായിട്ടിരിക്കുന്നത്? അവർ എവിടെ നിന്നാണ് ഈ വിഷ്വൽ ഷൂട്ട് ചെയ്തത്? ശോഭാ സുരേന്ദ്രൻ എന്താ അവിടെ കാണാത്തത്? എന്റെ കൂടെയുള്ള പ്രമീള ചേച്ചി എന്താ വിഷ്വലിൽ കാണാത്തത്? അപ്പൊ എവിടെയോ ഇരുന്നു കൊണ്ട് ഇവർ ഒരു സ്ത്രീയെ ഇറക്കി ഇങ്ങനെ ഒരു കഥയുണ്ടാക്കി അത് ഷൂട്ട് ചെയ്ത് നിങ്ങളുടെ കയ്യിലെത്തിച്ച് നിങ്ങളത് കാണാൻ പറ്റൂ എന്ന് കേൾക്കുമ്പോഴേക്കും കയറെടുത്ത് വെള്ള വസ്ത്രം അങ്ങനെയാണെങ്കിൽ അയാൾക്ക് അതെന്തുകൊണ്ടാണ് ചിത്രീകരിച്ചില്ല? എന്റെ പൈസ കൊടുക്കുന്ന വിഷയം പൈസ കൊടുക്കുന്ന വിഷയം അതാണ് ഞാൻ പറയുന്നത്. അതാണ് അന്വേഷിക്കേണ്ടത്. ഞങ്ങൾ എത്രയോ ദിവസം അതായത് ഞാൻ പറയാം, ഒരമ്മയെ കാണാൻ പോകുന്നത് ഷൂട്ട്
ചെയ്ത ഒരാളുണ്ട് ഉണ്ടല്ലോ. അതുകൊണ്ടാണല്ലോ ഒരു സ്ത്രീ ചെല്ലുന്ന ഭാഗം നിങ്ങൾ കാണിച്ചത്. അപ്പൊ അവിടെ ഒരു വീഡിയോ പ്രവർത്തിച്ചിട്ടുണ്ട്. 1. 2, ആ സ്ത്രീയുടെ മുഖം കാണിക്കുന്നില്ല. എന്താ മുഖം കാണിക്കാത്തത്? തുടക്കം മുതൽ നമ്മൾ ചോദിക്കുന്നത് പൈസ കൊടുക്കുന്ന വീഡിയോ പൈസ കാണിക്കൂ, കാണിക്കൂ, പൈസ കൊടുക്കുന്ന വീഡിയോ കാണിക്കൂ, പൈസ കൊടുക്കുന്ന വീഡിയോ കാണിക്കൂ. അല്ല, അങ്ങനെയാണെങ്കിൽ ഈ വിനേഷ് സർഗെ ചോദ്യം ചെയ്യണം. ആരായിരുന്നു അവരുടെ കാറിലുണ്ടായിരുന്നത്? 1.5 മണിക്കൂറായി ഓട്ടോറിക്ഷ സ്റ്റാൻഡ് മുതൽ ഞങ്ങൾ പോയ വീടുകളുടെ പരിസരത്ത് വരെ ഏത് സ്ത്രീകളൊക്കെയാണ് അവർ കൊണ്ടുവന്നത്? അത് ചോദ്യം ചെയ്യണം. അതാ എന്റെ ആവശ്യം. അതായത് ശോഭാ സുരേന്ദ്രനോ പ്രമീള ശശിധരനോ സഞ്ചരിക്കുന്ന ആ കാറിലേക്ക് 2 വീഡിയോ, അതായത് പൈസ കൊടുത്തു എന്ന് പറയുന്ന ഒരു വീഡിയോ നിങ്ങൾ കാണിക്കാൻ കൊടുക്കുന്നില്ല. ഒരമ്മയുടെ കയ്യിൽ എന്തോ ഇങ്ങനെ നിൽക്കുന്നു, കൊടുക്കുന്നതില്ല. ഒരാൾ അങ്ങോട്ട് തിരിച്ചു പോകുന്നു. ഇത്രയും തയ്യാറെടുപ്പ് നടത്തിയിട്ടുള്ള ഒരു വീഡിയോയിൽ എന്തുകൊണ്ട് ഇത്രയേറെ പരിശ്രമിച്ചിട്ടും ആ സ്ത്രീയുടെ മുഖം പൈസ കൊടുക്കുന്നത് പിടിക്കാൻ കിട്ടിയില്ല? എന്തുകൊണ്ടാണ്? പൈസ കൊടുക്കുന്നുണ്ട്, പൈസ കൊടുക്കുന്നുണ്ട്, പൈസ കൊടുക്കുന്നുണ്ട്, എന്തോ കൊടുക്കുന്നു, പൈസ കൊടുക്കുന്നുണ്ട്, പൈസ ഒരു ഭാഗത്ത് പോലും പൈസ ഞാൻ പറയാം. അപ്പോ ശോഭാ സുരേന്ദ്രന് വേണ്ടി അദൃശ്യ ശക്തിയായിട്ട് കോൺഗ്രസിൽ നിന്ന് ആളുകൾക്ക് പണം അങ്ങനെയാണെങ്കിൽ ഇത് അദൃശ്യമല്ല, ഇത് BJP പ്രവർത്തകയാണ്. അവർ ഇതിനകത്ത് സാരി വിതരണം ചെയ്തു വളരെ നന്നായിട്ടുണ്ട്. ഞാൻ ഒരൊറ്റ വാക്ക് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. എനിക്ക് വേറെ പണിയുണ്ട്, എനിക്ക് ഒരുപാട് ആളുകളെ കാണാനുണ്ട്. തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിൽ 35,000 വോട്ടിലേക്ക് ഭൂരിപക്ഷത്തിൽ ജയിക്കുന്നത് കാണുമ്പോൾ മാധ്യമ സുഹൃത്തുക്കൾക്കും കൈയടിക്കാൻ സാധിക്കും. പക്ഷേ ഞാൻ പറയുന്നു, ഇവിടെ ഒരാളുടെ മുഖം മൂടി വലിച്ചു കീറാൻ എറണാകുളത്തു നിന്ന് പോലും 16ഉം 15ഉം വയസ്സുള്ള പെൺകുട്ടികളെ പീഡിപ്പിച്ച രാഹുൽ മാങ്കൂട്ടത്തിന്റെ പോക്സോ കേസ്, അതിന് പണം കൊടുത്ത ശ്രീമാൻ ഷാഫി പറമ്പലിനെ വരെ ഞാൻ ഇതിന്റെ മുന്നിൽ വലിച്ചു കീറിത്തരാം. 1. 2 ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോഴത്തെ മാന്യനുണ്ടല്ലോ UDFന്റെ സ്ഥാനാർത്ഥി, അദ്ദേഹത്തിന്റെ കഥ കിട്ടിയിട്ട് ഞാൻ ഒന്നും മിണ്ടാതിരിക്കുന്നത് എനിക്ക് ആ പതിവില്ല. എന്റെ ഓപ്പോസിറ്റ് നിൽക്കുന്നവർക്കെതിരെ എന്ത് സംഭവിച്ചാലും ഞാൻ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് വോട്ട് ചോദിക്കും, വികസനം പറഞ്ഞുകൊണ്ട് വോട്ട് ചോദിക്കും. ഒരാൾ എറണാകുളത്ത് നിന്ന് എന്നെ കാണാൻ വന്ന് തിരിച്ചു പോയിട്ടുണ്ട്. ഒരു മാധ്യമ പ്രവർത്തകർ പറഞ്ഞിട്ടില്ല. ആ പെൺകുട്ടിയോട് ചില കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇലക്ഷൻ കഴിഞ്ഞാൽ, ഈ 10-ാം തീയതി കഴിഞ്ഞാലാണ് ഒറിജിനൽ ആയിട്ടുള്ള കളി കേരള രാഷ്ട്രീയം കാണാൻ പോകുന്നത്. അപ്പോ ആ പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടികളുടെ മുന്നിൽ അവർക്ക് താങ്ങും തണലുമായി ഞാൻ ഉണ്ടാകും. ഞാൻ പരാജയപ്പെടണം എന്ന് കരുതിക്കൊണ്ട് ഒരാൾ ഈ നാടകത്തെ, ആസൂത്രിതമായ നാടകത്തെ കേരളത്തിന്റെ മുന്നിൽ എത്തിക്കാൻ വേണ്ടി ഒരു മാധ്യമ പ്രവർത്തകൻ പരിശ്രമിച്ചു എന്നുള്ളതിൽ എനിക്ക് അങ്ങേയറ്റം ദുഃഖവും അങ്ങേയറ്റം വേദനയുമുണ്ട്. സത്യസന്ധതയുടെ ജിഗുയായിട്ടാണ് മാധ്യമങ്ങൾ പ്രവർത്തിക്കേണ്ടത്. ഫ്ലെക്സ് അടിച്ചതിന്റെയും പോസ്റ്റർ അടിച്ചതിന്റെയും കാശ് വരെ കൊടുക്കാൻ ബാക്കിയുണ്ട്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ കുറേശ്ശെ രൂപ കടം തന്നാൽ അത് കൊടുത്തു തീർക്കാം. മാധ്യമ സുഹൃത്തുക്കളുടെ ശമ്പളം നേരത്തെ ഒരു മാസത്തെ എനിക്ക് തരികയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് തിരിച്ചു തരാമെന്ന് കൂടി പറയാൻ ഈ അവസരത്തിൽ ഞാൻ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ പണം കൊണ്ടുപോയി കൊടുത്തതും ഞാൻ കോൺഗ്രസ്സുകാരെ വിട്ടതും. അങ്ങനെയാണോ? രണ്ടുപേരും നോക്കൂ, ഞാൻ ഇന്ന് പോലീസിന് കൊടുക്കുന്ന ഒരു പരാതിയുണ്ട്. ആ പരാതിയിൽ പോലീസ് അന്വേഷണം നടത്തിയതിനു ശേഷം ഇപ്പൊ മീഡിയ വൺ ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം ഞാൻ പറയുന്നതായിരുന്നു. അങ്ങനെ ഒരു സൂചനയാണോ? അല്ല, അത് നമുക്ക് 10-ാം തീയതി കഴിഞ്ഞ് പറയാം. 10-ാം തീയതി
വിഷയവുമായി ബന്ധപ്പെട്ട അതായത് ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന ഒരു സ്ത്രീ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് കേരളത്തിൽ പീഡിപ്പിക്കപ്പെടുന്ന പെൺകുട്ടികൾക്കിടയിൽ അവർക്ക് തണലായി നിന്ന് പ്രവർത്തിക്കുന്ന ഒരു സ്ത്രീയാണ്. എന്റെ മുന്നിൽ കിട്ടിയിട്ടുള്ള പരാതികളെല്ലാം തന്നെ ഞാൻ ഫയലിൽ വെച്ചിരിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ ഞാൻ അതിനെക്കുറിച്ച് ഒരു പ്രതികരണവും നടത്തിയില്ല. കാരണം എന്റെ പോയിന്റ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ മാത്രം നിങ്ങൾ കഴിച്ചാൽ മതി. നിയമപരമായി ദേശീയ വനിതാ കമ്മീഷന് ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട്. ബാക്കി കാര്യങ്ങൾ ഇതിനകത്ത് കൃത്യമായിട്ട് പാർട്ടിയുടെ സ്റ്റാൻഡ് പറഞ്ഞു. ഒരു മിനിറ്റ്, ഈ വിഷയത്തിൽ കൃത്യമായിട്ട് പാർട്ടിയുടെ സ്റ്റാൻഡ് ഒരു മിനിറ്റ് ഞാൻ നേരിട്ട് അവിടെ സംസാരിച്ച ആളാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത മാധ്യമ പ്രവർത്തകൻ കൂടുതൽ അതിന്റെ ബാക്കി പറഞ്ഞാൽ താങ്കൾക്ക് ബുദ്ധിമുട്ടാണ് ഉണ്ടാകാൻ പോകുന്നത്. ഈ തിരക്കഥയിൽ ഞാൻ കേരളത്തിൽ കഴിഞ്ഞ 30 വർഷം പൊതുപ്രവർത്തനം നടത്തിയിട്ട് ഇതുപോലെ ഒരു മാധ്യമ പ്രവർത്തകൻ എല്ലാ രീതിയിലും എന്നെ തകർക്കാൻ പരിശ്രമിച്ചിട്ടില്ല എന്നുകൂടി പറയാൻ ഞാൻ മാധ്യമ പ്രവർത്തകന് മുന്നിൽ രേഖയോടുകൂടിയിട്ടാണ് നിൽക്കുന്നത്. പോലീസിന് ഞാൻ പരാതി കൈമാറും. 10-ാം തീയതിക്ക് ശേഷവും ഞാൻ ഈ കേരളത്തിലുണ്ടാകും, ഈ മാധ്യമ പ്രവർത്തകനും ഉണ്ടാകും. എന്റെ കയ്യിൽ ചിലർ ഏൽപ്പിച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ ഡയലോഗ്സ് ഉണ്ടാകും. അതിനെ തുടർന്ന് നിങ്ങൾക്ക് ഞാൻ പറയുന്ന വളരെ വ്യക്തതയോടുകൂടി പറയുന്ന കാര്യങ്ങൾ 11-ാം തീയതിക്ക് ശേഷം ഞാൻ നിങ്ങളുടെ മുന്നിൽ ഞാൻ പറഞ്ഞത് കളക്ടർ എന്നോട് പറഞ്ഞത് ശോഭാ സുരേന്ദ്രൻ പൈസ കൊടുത്തു എന്നുള്ള രീതിയിൽ ഒരു പരാതി ഇന്നലെ തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. സഹോദരി, ഞാൻ പറയട്ടെ, നിങ്ങൾ എന്താണ് ഇത്ര ഊർജ്ജം കാണിക്കുന്നത്? ഞാൻ പറയട്ടെ, അല്ലല്ല, നോക്കൂ, ഇവിടെ നിൽക്കുന്ന മാധ്യമ പ്രവർത്തകരിൽ ചില ആളുകൾക്ക് വ്യക്തതയില്ലെങ്കിൽ ആ വ്യക്തത ഉണ്ടാക്കലല്ല ഇന്നത്തെ എന്റെ പണി. ഇന്നത്തെ എന്റെ പണി തെരഞ്ഞെടുപ്പ് വോട്ട് ചോദിക്കലാണ്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നതും ഞാൻ പറയുന്നതും വ്യക്തതയില്ലാത്തതും നിങ്ങൾക്കാണ്. നിങ്ങൾ എല്ലാം ഷൂട്ട് ചെയ്ത് പണം കൊടുക്കാൻ പോകുന്നത് ഷൂട്ട് ചെയ്തു. അതുപോലെ തന്നെ അമ്മയെ കാണുന്നത് നിങ്ങൾ പിടിച്ചു. കാണുന്ന ആളുടെ മുഖം മാത്രമില്ല, ഒരു ക്രീം കളർ ചുരിദാർ നിങ്ങൾ പിടിച്ചു. അത് തലയിൽ മൂടിയിട്ട് ഇങ്ങോട്ട് നടന്നു പോകുന്ന ദൃശ്യം നിങ്ങളുടെ കയ്യിലുണ്ട്. ശോഭാ സുരേന്ദ്രന്റെ കാറിൽ രഹസ്യ ജീവിയായിട്ട് അവർ ഇരിക്കുന്നുണ്ട്. അവരുടെ മുഖമില്ല, അവർ കയറുന്നതില്ല. അല്ല, അവർ കയറുന്നതുമില്ല, അവർ ഇറങ്ങുന്നതുമില്ല കാറിൽ നിന്ന്. നിങ്ങൾ ഒരു ഇതെങ്ങനെ ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു എന്നത് ഞാൻ കേരള രാഷ്ട്രീയത്തിൽ തെളിയിക്കും. ഒരു തർക്കവും വേണ്ട.